എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മുടെ രാജ്യത്തെ വ്യോമഗതാഗത മേഖലയെ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന കമ്പനിയാണ് ഇൻഡിഗോ എയർലൈൻസ് എന്നുള്ളത്. നിങ്ങളിൽ പലരും ഇൻഡിഗോയിൽ യാത്ര ചെയ്തിട്ടുണ്ടാകില്ല. ഞാനും പലവണ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ യാത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് കമ്പനി തന്നെയാണ് ഇൻഡിഗോ എന്നുള്ളത്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം വില ഏറ്റവും കുറവാണ്, വളരെ ചീപ്പ് റേറ്റാണ്. മറ്റ് എയർലൈൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ടൈം അവർ ഫോളോ ചെയ്യാറുണ്ട്, ലേറ്റ് ആകാറില്ല, ഇതുവരെ അപകടങ്ങളിൽ പെട്ടിട്ടില്ല, മേജറായിട്ടുള്ള അപകടങ്ങളിൽ പെട്ടിട്ടില്ല, അതുവഴി ഒരാൾ പോലും മരണപ്പെട്ടിട്ടില്ല. ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത്രത്തോളം വിശ്വാസ്യതയുള്ള ഒരു കമ്പനിയാണ് ഇൻഡിഗോ എന്നുള്ളത്. അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് ഇൻഡിഗോയുടെ വിമാനങ്ങൾ വലിയ രീതിയിൽ റദ്ദാക്കപ്പെടുകയാണ്, ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. അത് യാത്രക്കാരെ മുൻകൂറായിട്ട് അറിയിച്ചിട്ട് പോലുമില്ല. മുൻകൂറായിട്ട് അറിയിച്ചില്ലെന്ന് മാത്രമല്ല, എയർപോർട്ടിൽ എത്തിയ ശേഷം പോലും കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റുന്നില്ല. അടുത്ത ദിവസം ഫ്ലൈറ്റ് ഉണ്ടാകുമെന്നും പറഞ്ഞിട്ട് 2 ദിവസമൊക്കെ അവരെ അവിടെ പിടിച്ചിടുകയാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എയർപോർട്ടുകളിൽ വലിയ കലാപം പോലുള്ളൊരവസ്ഥ പൊട്ടിപ്പുറപ്പെടുകയാണ്. കാരണം യാത്രക്കാർ സമരം ചെയ്യുന്നു, എല്ലാവരും അവിടെ ഒച്ചപ്പാടും ബഹളങ്ങളും വയ്ക്കുന്നു. ആ ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് അവരെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിക്കുന്ന അവസ്ഥകൾ അവിടെ ഉണ്ടായിരുന്നല്ലേ. അതീവ സുരക്ഷാ മേഖലയാണെന്ന് ഓർക്കണം. ഏകദേശം 2100-ന് മുകളിൽ വരുന്ന ഫ്ലൈറ്റുകൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇന്നലെയായിരുന്നു ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. 700 മുതൽ 1000 വരെ വരുന്ന ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ചില ദിവസം അതിലും 900 ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഒരു കണക്ക് പറഞ്ഞു, ഇൻഡിഗോയിൽ ഒരു വർഷം യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 12 കോടിയാണ്. അപ്പോൾ ഒരു മാസം 1 കോടി എന്ന് കണക്കാക്കാം. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 3,33,000 പേര് ഇൻഡിഗോ വിമാനങ്ങൾ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. 30ഓളം രാജ്യങ്ങളിലേക്ക്, 30-31 രാജ്യങ്ങളിലേക്ക് സർവീസുള്ള വിമാന കമ്പനിയാണ് ഇൻഡിഗോ എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് DGCA കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമങ്ങളാണ്. അപ്പോൾ ആ നിയമങ്ങൾ കാരണം പാവങ്ങൾ പെട്ടുപോയതല്ലേ നമ്മൾ ചിന്തിക്കുമല്ലേ. ശരിയാണ്, ഞാനും ഈ ഒരു വിഷയം കണ്ടപ്പോൾ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളത്രത്തോളം സുഖകരമായിട്ടാണ് ഇൻഡിഗോയിൽ യാത്ര ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തുടങ്ങിയതായിരുന്നല്ലേ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല വിമാന സർവീസാണ് ഇൻഡിഗോ തരുന്നത്. അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കമോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ അവരുടെ ജീവനക്കാരെ, പ്രത്യേകിച്ച് പൈലറ്റുമാരുണ്ടല്ലോ, അവരെയൊക്കെ ഊറ്റിപ്പിഴിഞ്ഞ് യാതൊരുവിധ മനസാക്ഷിയില്ലാതെ ഏറ്റവും വലിയ ചൂഷണത്തിന് ഇരയാക്കിക്കൊണ്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതായത് ഈ വിഷയത്തിലേക്ക് നമുക്ക് ആഴത്തിൽ ഇറങ്ങി വരുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാകുക. ശരിക്കും എന്താണ് ഇൻഡിഗോയ്ക്ക് സംഭവിച്ചത്? എന്താണ് അവരവരുടെ സ്റ്റാഫിനോട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് വിമാനങ്ങൾ റദ്ദാക്കുന്നത്? DGCA, അതായത് ഇന്ത്യൻ വ്യോമയാന റെഗുലേറ്ററാണ്. അവർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ എന്താണ്? അതുപോലെ പലർക്കുമുള്ളൊരു സംശയമാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് കൊണ്ടുവന്നുകൊണ്ടല്ലേ ഇങ്ങനെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്? അല്ല, ഇതൊക്കെ ഒരുപാട് നാൾക്ക് മുമ്പേ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇൻഡിഗോയ്ക്ക് എവിടെയാണ് പഴിച്ചത്? ഇതുമൂലം ഉണ്ടായ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് വിമാന കമ്പനികളെല്ലാം തന്നെ കുത്തനെ വില വർധനവ് നടത്തിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്. ഇത്രയും കിലോമീറ്ററിന് ഇത്രയും പൈസ വയ്ക്കാൻ പറ്റൂ എന്നൊരു നിർദ്ദേശം ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡിഗോയ്ക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇൻഡിഗോ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള വിമാന കമ്പനി തന്നെയാണ്. ഇൻഡിഗോ വരുന്നതിന് മുമ്പ് വലിയ വലിയ ഭീമന്മാർ എയർ ടിക്കറ്റിന്, അതായത് ടിക്കറ്റ് നിരക്കുണ്ടല്ലോ, അതൊക്കെ വലിയ രീതിയിൽ കൂട്ടിവെച്ചായിരുന്നു ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഇൻഡിഗോ വരുന്നത്. സാധാരണക്കാരൻ്റെ വിമാന സ്വപ്നങ്ങൾക്ക് ചിറക് പകർന്ന ഒരു കമ്പനിയാണ് ഇൻഡിഗോ എന്നുള്ളത്. കാരണം അവരുടെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും കുറവ് പ്രൈസിനാണ് അവർ പറക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ വിമാനയാത്ര എന്നുള്ളത് സാധാരണക്കാരന് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്തിച്ചു. അതിന് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കുന്നത് ഇൻഡിഗോയോട് തന്നെയാണ്, സംശയമില്ല. ഇത്രയും കാലം അവരുടെ ഓപ്പറേഷനിലും നമുക്ക് പ്രശ്നങ്ങൾ കാണാൻ പറ്റില്ലായിരുന്നു. അവരുടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യാറുണ്ട്. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. വളരെ നല്ല ക്രൂ ആണുള്ളത്, നല്ല പൈലറ്റ്സ്, എല്ലാം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. പക്ഷേ നമ്മളെ സംബന്ധിച്ചാണ്, നമ്മൾ നോക്കുമ്പോഴാണ് പ്രശ്നങ്ങളില്ലാത്തത്. അവരുടെ അകത്ത് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും പൈലറ്റുകളുടെ എണ്ണത്തിലുള്ള കുറവുകളാണ്. മറ്റ് വിമാന കമ്പനികൾക്കും ഈ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഉദാഹരണം എയർ ഇന്ത്യ. എന്തായാലും ഇൻഡിഗോയിൽ ആകെയുള്ള പൈലറ്റുമാരുടെ എണ്ണം എന്ന് പറയുന്നത് 5463 പൈലറ്റ്സ് ആണുള്ളത്. പക്ഷേ എത്ര പൈലറ്റ്സ് ആണ് അവർക്ക് ശരിക്കും വേണ്ടതെന്നറിയാമോ? കൃത്യമായിട്ടുള്ള കണക്ക് പറയുവാണെങ്കിൽ നമ്മുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മുരളീധർ മോഹർ പറയുന്നത് പ്രകാരം 2034 എയർ ഇന്ത്യക്ക് വേണ്ട ടോട്ടൽ പൈലറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 16,000 ആണ്. അതായത്
11,000-ന് മുകളിലധികം വരുന്ന പൈലറ്റ്സ് ഇനിയും വേണം. അതായത് ഇത്രയും കാലം അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ പൈലറ്റുമാരെ നമ്മൾ മലയാളത്തിലൊരു പുതിയ പ്രയോഗമുണ്ട്, പട്ടിപ്പണി എടുപ്പിക്കുക, അടിമപ്പണി എടുപ്പിക്കുക, ചൂഷണം ചെയ്യുക എന്നൊക്കെയല്ലേ. ഈ സിസ്റ്റത്തിലൂടെയാണ് ഇവർ ഇത്രയും കാലം കൃത്യമായിട്ട് ഈ ഫ്ലൈറ്റുകൾ ഓടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൈലറ്റുമാരുടെ അസോസിയേഷനൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് തന്നെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. കാരണം അവർക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ക്ഷീണമാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു ജോലിയാണ് പൈലറ്റ്, വിമാനം പറപ്പിക്കുക എന്നുള്ളതല്ലേ. ഒരു നിമിഷത്തെ ശ്രദ്ധ കൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഇപ്പോൾ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ അവിടെ കുറേ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ ഫ്യൂവൽ കട്ട് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് വിമാനം തകരാറിലായത്, തകർന്നു പോയ ഒരുപാട് കഥകൾ നമുക്ക് ലോകമെമ്പാടും നിന്നും കേൾക്കാൻ പറ്റും. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉറക്കം എന്നുള്ളത്. നിങ്ങളൊരു ദിവസം രാത്രിയിൽ കംപ്ലീറ്റ് ഒന്ന് ഉറങ്ങാതിരുന്ന് നോക്ക്, എന്താ സംഭവിക്കുക? അടുത്ത ദിവസം നിങ്ങൾക്ക് ഫുള്ള് ക്ഷീണമായിരിക്കും, ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടാവും. ഇങ്ങനെ മൊത്തത്തിലൊന്ന് ബ്ലാങ്കായി നിൽക്കുന്ന, ഒരു കിറങ്ങി നിൽക്കുക എന്ന് പറയത്തില്ലേ, ഈ ഒരു അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള പൈലറ്റുമാർ വിമാനം പറപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റില്ലെങ്കിൽ ലോകത്ത് പൈലറ്റുമാരുടെ അശ്രദ്ധ മൂലം, അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂലം അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വലിയ വലിയ ദുരന്തങ്ങൾ നടന്നിട്ട് ആയിരങ്ങൾ മരിച്ചിട്ടുള്ള ഈ ഫ്ലൈറ്റ് ക്രാഷിൻ്റെ കഥകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ചെറിയ കാര്യം കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട, ഏറ്റവും കൂടുതൽ റെസ്റ്റ് വേണ്ട ജോലിയിൽ ഇൻഡിഗോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 5000-ഓളം വരുന്ന പൈലറ്റുമാർ ഉപയോഗിച്ച് മാത്രമാണ് ഇത്രത്തോളം ഫ്ലൈറ്റ് അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ട, ഇനിയും വേണ്ട പൈലറ്റുമാരുടെ എണ്ണം എത്രയാണ്? അത് 11,000-ന് മുകളിലേക്ക് വേണം, കണക്കുകൾ പ്രകാരം പറയുവാണെങ്കിൽ അല്ലേ. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയ DGCA അഥവാ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, നമ്മുടെ ഇന്ത്യയിലെ ഈ വ്യോമയാന റെഗുലേറ്ററാണ്. കംപ്ലീറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് DGCA എന്ന് പറയുന്ന ബോഡിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ എയർ ഇന്ത്യ വിമാനാപകടമൊക്കെ ഉണ്ടായല്ലോ, അതിനുശേഷം കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. കാരണം ഈ കമ്പനികൾ പൈലറ്റുമാരെ ഉപയോഗിച്ച് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, പുതിയ പൈലറ്റുമാരെ ഹയർ ചെയ്യാം. പക്ഷെ അവർ ചെയ്യുന്നില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കണം, വലിയ നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ പൈലറ്റുമാരെ ഉറക്കം പോലും കൃത്യമായിട്ട് കൊടുക്കാതെ ലാൻഡ് ചെയ്യുന്നു, വീണ്ടും പറപ്പിക്കുന്നു. ഇങ്ങനെ പല പരിപാടികളും ഇവിടെ നടപ്പുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഇനി ഒരു അപകടം സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ DGCA ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇടപെടുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും പറയുന്നൊരു കാര്യം എന്തെന്നാൽ, DGCA പെട്ടെന്ന് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നുകൊണ്ടല്ലേ ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ്. എന്നാൽ കേട്ടുകൊള്ളുക, ഈ നിയമമുണ്ടല്ലോ, FDTL, ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ റൂൾ, അതാണ് ആ നിയമത്തിൻ്റെ പേര്. അതിൻ്റെ ആദ്യത്തെ ഒരു കരട് മാർഗരേഖ DGCA അവതരിപ്പിച്ചത് എപ്പോഴാണെന്നറിയാവോ? 2024 ജനുവരിയിൽ. ഇപ്പോൾ 2026 ജനുവരി ആകാൻ പോകുന്നു. അതായത് ഏകദേശം 2 വർഷം മുമ്പ് തന്നെ DGCA പറഞ്ഞ കാര്യമാണ് ഇങ്ങനത്തെ ഒരു നിയമം നടപ്പിലാക്കാൻ പോകുന്നു എന്ന്. മെയ് മാസം, അതായത് മെയ് 2024 കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും വന്നു. മെയ് 2024 നോട്ടിഫിക്കേഷൻ വന്നു. അടുത്ത മാസം ജൂണിൽ തന്നെ നടപ്പിലാക്കണമെന്നായിരുന്നു DGCA പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികൾ പറഞ്ഞു, ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാൻ പവർ ഇല്ല, ഇത് ഞങ്ങളുടെ ഓപ്പറേഷനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് DGCA ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു നിയമത്തിൽ പ്രധാനമായിട്ടും 22 പോയിന്റുകൾ, 22 നിയമങ്ങൾ, മാറ്റങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ DGCA ഒരു കാര്യം ചെയ്തു, 2 ഫേസിലായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. 2024 വച്ചതാന്ന് ഓർക്കണം, അത് നേരെ 2025 വെച്ച് കൊടുക്കുകയാണ്. 2025 ജൂലൈ 1-ാം തീയതി ഫേസ് 1 നടപ്പിലാക്കണം. അതായത് ഒരു 15 റൂള്, മൊത്തം കൂടെ 22 റൂളാണുള്ളത്. അതിലെ 15 റൂള് ജൂലൈ 1, 2025 നടപ്പിലാക്കിയാൽ മതി. ഒരു വർഷം നീട്ടിക്കൊടുത്തു. ഓക്കെ, രണ്ടാമത്തെ ഫേസ് നവംബർ 1 നടപ്പിലാക്കണം. ബാക്കിയുള്ള 7 നിയമങ്ങളുണ്ടല്ലോ, ഇത് നവംബർ 1 നടപ്പിലാക്കണം. ഈ ഒരു ഇളവും അത്രയും ഒരു വർഷത്തെ ഇളവായിരുന്നു DGCA കൊടുത്തിട്ടുണ്ടായിരുന്നതല്ലേ. എന്നിട്ട് നവംബർ 1 നടപ്പിലാക്കിയില്ല. അവസാനം പൈലറ്റുമാർ സ്വമേധയാണ് ഒഴിഞ്ഞു നിൽക്കുന്നത്. കാരണം അവർ ഓവർ ഡ്യൂട്ടി ചെയ്യുകയാണ്. ഇപ്പോൾ നിയമത്തിൻ്റെ പിൻബലമുണ്ട്, അവർക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരെ പിരിച്ചുവിടത്തൊന്നുമില്ലല്ലേ. അപ്പോൾ ഈ പുതിയ നിയമങ്ങൾ പെട്ടെന്നല്ല കൊണ്ടുവന്നത്. ഏകദേശം 2 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു കരട് രേഖ DGCA പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. മെയ് 2024 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനായിട്ട് വന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡിസംബർ എത്തി നിൽക്കുന്നു. ഇതുവരെ അവർക്ക് നടപ്പിലാക്കാൻ പറ്റിയില്ല. ഇങ്ങനൊരു മാറ്റം വരുമെന്ന് ഉറപ്പായിരുന്നു. ഇങ്ങനെ ഒരു മാറ്റം വന്നേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് അറിവില്ലാത്തവർ DGCA കുറ്റം പറയാനിരിക്കും.
എൻ്റെ പൊന്ന് ഗൈസ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ 5000 സംതിങ് വരുന്ന പൈലറ്റുമാരെ വെച്ചാണ് ഇത്രയും വിമാനങ്ങൾ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഉറക്കം പോലും കിട്ടാതെയാണ് ആ പാവങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൈലറ്റ് അസോസിയേഷനിൽ നിന്ന് തന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ പൈലറ്റുമാർക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അവരുടെ ജോലി പോകുമല്ലേ. പെട്ടെന്ന് ജോലി പോകുമ്പോൾ ഇനി പെട്ടെന്ന് കിട്ടത്തുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. കാരണം വേക്കൻസികൾ കുറവാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്താൽ അടുത്ത കമ്പനി പോകണ്ടേ, അടുത്ത കമ്പനിയിൽ വേക്കൻസി ഉണ്ടായാലെങ്കിലും കയറാൻ പറ്റത്തുള്ളൂ. അടുത്ത കമ്പനികൾ പലതും പൈലറ്റുമാരെ എടുക്കുന്ന പോലുമില്ല. ഇപ്പോൾ എയർ ഇന്ത്യക്ക് ഇതുപോലെ തന്നെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം പൈലറ്റുമാരും അതോടൊപ്പം ക്യാബിൻ ക്രൂ ഒക്കെ ഓവർ ടൈമായിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പൈലറ്റ്സിനെ അറുക്കാൻ വെച്ച മൃഗത്തെ പോലെ ചൂഷണം ചെയ്യുന്ന ഈ സംവിധാനം അവിടെ അങ്ങനെ ഒരു തടയിടുകയാണ്, DGCയെ തടയിടുകയാണ്. പൈലറ്റുമാർ അതനുസരിക്കാൻ തുടങ്ങുകയാണ്. കാരണം അവർക്ക് നിയമത്തിൻ്റെ പിൻബലം കിട്ടിയല്ലേ. എന്തായാലും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തത് 24 മണിക്കൂറിൻ്റെ ഇടയിൽ 8 മണിക്കൂർ കൃത്യമായിട്ട് വിശ്രമം കിട്ടിയിരിക്കണം. ആഴ്ചയിൽ പരമാവധി 35 മണിക്കൂറേ പറപ്പിക്കാവുള്ളൂ. മാസത്തിൽ പരമാവധി 125 മണിക്കൂർ, വർഷത്തിൽ 1000 മണിക്കൂർ ഇതിൽ മുകളിൽ പറപ്പിക്കാൻ പാടില്ല. ഇനി പൈലറ്റ്സിന് രാത്രി 8 മണി മുതൽ 6 മണി വരെ വിശ്രമം വരുന്ന രീതിയിൽ മിനിമം 2 ദിവസമെങ്കിലും, അതായത് 24 മണിക്കൂറെങ്കിലും ഒരാഴ്ചയിൽ അവർക്ക് കിട്ടണം. അതായത് ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 പൈലറ്റിനെ എടുക്കുക. ഒരാൾ കംപ്ലീറ്റ് രാവിലെ പറപ്പിക്കുന്നു, ഒരാൾ കംപ്ലീറ്റ് രാത്രി പറപ്പിക്കുന്നു. ഇപ്പോൾ രാവിലെ കിടന്നുറങ്ങാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രി പറപ്പിക്കുന്ന ഒരാൾക്ക് ചില ദിവസങ്ങളിൽ ക്ഷീണം വന്ന് പോകാമല്ലേ. അതുകൊണ്ട് ഒരു പൈലറ്റിന് എല്ലാ ദിവസവും രാത്രിയിൽ ഇനി അങ്ങോട്ട് പറപ്പിക്കാൻ പറ്റില്ല. ആ ഒരു സാധനം ഈ ഫ്ലൈറ്റ് കമ്പനികൾ ചൂഷണം ചെയ്യുന്നത് തടഞ്ഞിട്ടുണ്ട്. അതായത് മിനിമം അവർക്ക് 2 ദിവസമെങ്കിലും റെസ്റ്റ് കിട്ടണം. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ 8 മണിക്കൂറും റെസ്റ്റ് കിട്ടിയിരിക്കണം ഏതെങ്കിലും ഒരു സമയത്തായിട്ടല്ലേ. ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവരുടെ പൈലറ്റിനെ ഈ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള സിസ്റ്റം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ താളം തെറ്റുകയാണ്. അതുപോലെ തന്നെ ഒരാഴ്ചയിൽ 2 നൈറ്റ് ലാൻഡിങ്ങുകൾ, രാത്രി ലാൻഡ് ചെയ്യാൻ പാടാണല്ലേ. ഒരു പൈലറ്റ് ഒരാഴ്ചയിൽ 2 നൈറ്റ് ലാൻഡിങ്, രാത്രി ലാൻഡിങ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഇതുപോലുള്ള നിയമങ്ങൾ, അതായത് പൈലറ്റിന് കൃത്യമായിട്ടുള്ള വിശ്രമം കിട്ടുന്ന രീതിയിൽ അവരെ ചൂഷണം ചെയ്യുന്നത് തടയുന്ന രീതിയിലുള്ള നിയമങ്ങൾ വരികയാണ്. അതുവഴി ആരാണ് ശരിക്കും രക്ഷപ്പെടുന്നത്? നമ്മളാണല്ലേ. കാരണം പൈലറ്റിൻ്റെ ശ്രദ്ധ മൂലം വലിയ അപകടങ്ങൾ സംഭവിക്കാം. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ നിയമം പ്രാബല്യത്തിലായത്. ഞാൻ പറഞ്ഞ പോലെ പൈലറ്റുമാർക്ക് നിയമത്തിൻ്റെ സംരക്ഷണം കിട്ടി. ഇതും പറഞ്ഞ് പൈലറ്റുമാരെ ഫയർ ചെയ്യാനോ പിരിച്ചുവിടാനോ ഒന്നും ഇനി കമ്പനികൾക്ക് പറ്റില്ല. കാരണം DGC ആണ് അതൊക്കെ തീരുമാനിക്കുന്നതല്ലേ. അങ്ങനെയാണ് ഈ ഒരു ഇൻഡിഗോ എന്നുള്ള കമ്പനി പ്രതിസന്ധിയിലാകുന്നത്. അതായത് ഇത്രയും കാലം 2 വർഷത്തോളം അവർക്ക് ടൈം ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് പൈലറ്റിനെ ഹയർ ചെയ്തില്ല, കൃത്യമായിട്ട് ഇത് മുന്നിൽ കണ്ട് കാര്യങ്ങളൊന്നും മാനേജ് ചെയ്തില്ല, ഒരു മുൻകരുതലും എടുത്തില്ല. ഇനി ഒരു കാര്യം പറയട്ടെ, ഏറ്റവും മോശമായിട്ടുള്ള പ്രവൃത്തി ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്താണെന്നറിയാമോ? നിരുത്തരവാദിത്തത്തിൻ്റെ അങ്ങേയറ്റമാണ്. ഓക്കെ, ഈ ഫ്ലൈറ്റ് ക്യാൻസലായി ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയല്ലേ. പക്ഷേ അത് ഈ ബുക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് വരുന്ന പാസഞ്ചേഴ്സിനെ അവർ അറിയിച്ചോ? ഇല്ല. എന്തൊക്കെ ആഗ്രഹങ്ങളായിട്ട് ഫ്ലൈറ്റ് കയറാൻ വന്നവരുണ്ട്. കൃത്യമായിട്ട് ജോലിക്ക് പോകാൻ, ഇൻ്റർവ്യൂവിന് പോകാൻ, കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ, കുട്ടികളുടെ കല്യാണം വേറെ സംസ്ഥാനത്ത് വെച്ചിട്ടായിരിക്കും, അങ്ങോട്ട് പോകാൻ പോയവരുണ്ട്. അങ്ങനെ ഒന്നാലോചിച്ച് നോക്കുക, 100 കണക്കിന് കാര്യങ്ങളുമായിട്ടായിരിക്കും പലരും പോകുന്നതല്ലേ. എന്തോരം കാര്യങ്ങളുണ്ടാകും. ഫ്യൂണറൽ, അയ്യോ, ഞാൻ കണ്ടൊരു ഭീകരമായിട്ടുള്ള ദൃശ്യമുണ്ട്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മൃതശരീരവും ആ ഒരു പെട്ടിയും വഹിച്ചുകൊണ്ട് വിമാനത്തിൽ വരികയാണ്. ഷിലോങ്ങിൽ നിന്നോ മറ്റോ ആയിരുന്നു. അത് വേറൊരു എയർപോർട്ടിൽ കുടുങ്ങി കിടക്കുകയാണ്, പറക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കുക, അതുമായിട്ട് വീണ്ടും അവിടെ തള്ളി നിൽക്കേണ്ട ഒരവസ്ഥ, ഒരു മൃതദേഹവുമായിട്ട്. അങ്ങനെ കുറേ പേര് എയർപോർട്ടിലൊക്കെ കുടുങ്ങിപ്പോവുകയാണ്. ഇനി അറിയിച്ചില്ല എന്ന് മാത്രമല്ല, അത് വിളിച്ചറിയിക്കാൻ മെസ്സേജ് അയക്കാൻ എന്തൊക്കെ സിസ്റ്റം ഉണ്ട്, അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, എയർപോർട്ടിൽ വന്നവരോട് പോലും കൃത്യമായിട്ട് ഇവർക്ക് ഈ കാര്യം കൺവേ ചെയ്യാൻ പറ്റിയില്ല. കൃത്യമായിട്ട് അവർക്ക് ഇൻഫർമേഷൻ ഇല്ലാത്ത പോലെ നിൽക്കുകയാണ്. ഒരു ദിവസം അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു? അവർക്ക് അവിടെ എത്തിയിട്ട് ആ പാസഞ്ചേഴ്സിനോട് അപ്പോൾ പോലും പറയാൻ പറ്റുന്നില്ല ഈ ഫ്ലൈറ്റ് ക്യാൻസലായെന്ന്. ഒരു ദിവസവും 2 ദിവസമൊക്കെ തന്നെ ഈ പാസഞ്ചേഴ്സിനെ എയർപോർട്ടിൽ തന്നെ അവർ പിടിച്ചിടുകയാണ്. അതായത് ഒഫീഷ്യൽ ഒരു കൺഫർമേഷൻ കൊടുക്കുന്നില്ല. ഒന്നെങ്കിൽ ക്യാൻസലായെന്ന് പറയാം, അല്ലെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടാണെങ്കിലും വരുമെന്ന് പറയാമല്ലോ. ഇവരങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ഫ്ലൈറ്റ് വരും, നമുക്കത് കയറി പോകാമെന്നും പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞുമില്ല. അവിടെ എത്തിയ പാസഞ്ചേഴ്സിനെ എയർപോർട്ടിലിട്ട് വലയ്ക്കുകയാണ്. ഞാൻ അതിൻ്റെ അകത്ത് കണ്ടൊരു വീഡിയോ ഉണ്ട്. ഒരച്ഛനാണ്. അച്ഛൻ അവിടെ ഈ ഗ്രൗണ്ട് സ്റ്റാഫിനോട്, അവിടെയുള്ള ക്രൂ ഉണ്ടല്ലോ എയർപോർട്ടിലുള്ളത്, അവരോട് തട്ടിക്കയറുകയാണ്. എൻ്റെ മകള് പീരീഡ്സ് ആയിട്ട് ബ്ലീഡ് ചെയ്യുകയാണ്, നിങ്ങൾ പാഡ് എടുത്തുകൊണ്ട് പോകാമെന്നും പറഞ്ഞിട്ട്. അച്ഛൻ്റെയൊക്കെ നിസ്സഹായാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാനും പറ്റത്തില്ല. ഒരു എയർപോർട്ടിൻ്റെ ഒരുപാട് അപ്പുറത്തായിരിക്കും ഒരു കടയുള്ളതല്ല. ഇനി ചെക്കിനൊക്കെ ചെയ്തിട്ട് വീണ്ടും പുറത്തോട്ട് ഇറങ്ങി പോകുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. എയർപോർട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അത്രത്തോളം പ്രശ്നങ്ങളിലൂടെയായിരുന്നു ആൾക്കാർ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇൻ്റർവ്യൂവിന് പോകേണ്ടിയിരുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിനായിരിക്കും അവർ പോകേണ്ടിയിരുന്നതല്ലേ. പക്ഷേ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് അത് മിസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിഷയം? ഇനി ഞാൻ കണ്ടൊരു വീഡിയോ ആണ്, ഒരു കപ്പിൾസിന് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ട് ആ ഒരു റിസപ്ഷൻ വേദിയിൽ അവരുടെ വീഡിയോ കാണിക്കുന്നു. അങ്ങനെ 100 പ്രശ്നങ്ങൾ, 100 ലക്ഷക്കണക്കിന് ആൾക്കാർ അഫക്റ്റഡ് ആയിട്ടുണ്ടല്ലേ. അവർക്ക് ഓരോ കാരണങ്ങളുണ്ടായിരുന്നു യാത്ര ചെയ്യാൻ.
എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകാനായിട്ട് ലക്ഷങ്ങൾ പാക്കേജ് അടച്ച് പോകുന്നവരുണ്ട്, ഹണിമൂണിന് പോകുന്നവരുണ്ട്. അവരുടെ ഹണിമൂൺ എയർപോർട്ടിൽ ചത്തുകുത്തിയിരിക്കേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. കൃത്യമായിട്ട് ഭക്ഷണമോ വെള്ളമോ പോലും ഇവർ സപ്ലൈ ചെയ്യുന്നില്ല. അവസാനമാണ് എന്തൊക്കെയോ കൊടുക്കുന്നത്, അതുപോലെ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ റൂമൊക്കെ ചിലർക്ക് ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഒരു സിറ്റിയിലെ എല്ലാ റൂമും എങ്ങനെ ബുക്ക് ചെയ്ത് കൊടുക്കാനാ? അവിടെ അത്ര റൂം ഇല്ലല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ പലർക്കും എയർപോർട്ടിൽ തന്നെ നിലത്ത് കിടക്കേണ്ടി വരികയാണ്. ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ പെട്ടുപോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ അവിടെ തകരുകയാണ്. നമ്മൾ ഇത്രയും പാക്കേജ് ഒക്കെ എടുത്തൊരു ടൂറിന് പോകാൻ നിന്നപ്പോൾ അത് കംപ്ലീറ്റ് ദിവസം പോവുകയാണ്, പൈസയും പോവുകയാണ്, നമ്മുടെ മൂഡും പോവുകയാണ്. ആ നല്ല മൂവ്മെന്റ് പോയി കിട്ടി, തൊലച്ചു. ഇതാരാണ് പ്രശ്നം? ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോളുക. DGC ഒന്നുമല്ല. DGC നമ്മളുടെ ജനങ്ങളുടെ സുരക്ഷയെ കരുതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡിഗോയാണ് പ്രശ്നം. അവർക്ക് നമ്മുടെ സിവിൽ ഏവിയേഷൻ മന്ത്രി പറഞ്ഞത് പ്രകാരം 2034 ആകുമ്പോഴേക്കും 16,000-ഓളം വരുന്ന പൈലറ്റുമാരെ ആവശ്യമുണ്ട്, എന്നാലേ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ 2034 നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാമല്ലോ, ഒരു 12,000 കൂട്ടിക്കോ. എന്നാൽ അതിൻ്റെ പകുതി പോലും, 6,000 പൈലറ്റ് പോലും ഇൻഡിഗോയ്ക്ക് നിലവിലില്ല. അത് വെച്ചിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ പൈലറ്റുമാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എത്രത്തോളം അവർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ പൈലറ്റുമാർക്ക് നല്ല ലൈഫാണ്, ശരിയാണ്, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ ഉണ്ടല്ലേ. പക്ഷേ ഇൻഡിഗോയിലെ പൈലറ്റുമാരുടെ അവസ്ഥ നിങ്ങൾ കണ്ടോ? അവർക്ക് ഒരു ബലിമൃഗത്തെ പോലെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമ്മളൊരു അടിമ റോബോട്ടിനൊക്കെ പണിയെടുപ്പിക്കത്തില്ലേ, അതുപോലെ അവരെ പണിയെടുപ്പിച്ച് പിഴിഞ്ഞൂറ്റുകയാണ് പാവപ്പെട്ട പൈലറ്റുമാർ. അത്രയും നരയിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഭീകരമാണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. അവർ കൈപ്പിടിച്ചിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ, ഇന്ത്യയിലുള്ള ആൾക്കാരുടെ ജീവനാണ് കൈപ്പിടിച്ചിരിക്കുന്നത്. ഒരു അശ്രദ്ധ മതി ഇത് മൊത്തത്തിൽ തകരാനായിട്ടല്ലേ. അതുകൊണ്ട് തന്നെ ഈ DGC റൂള് കൃത്യമായിട്ട് നടപ്പിലാക്കണം. ഇനി മറ്റൊരു കാര്യം ഉള്ളത്, ഇതുപോലുള്ളൊരു സംഭവം വന്നപ്പോൾ ഒരുപാട് വിമാന കമ്പനികൾ നേരെ കുത്തനെ വില കൂട്ടുകയാണ്. കാരണം ഒരുപാട് പേര് കെട്ടിക്കിടക്കുകയാണല്ലോ, എല്ലാവരും കൂടെ അങ്ങോട്ട് ചാടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ വില കൂട്ടും. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കൃത്യമായിട്ട് ഇടപെട്ടിരിക്കുകയാണ്. ഇത്രയും കിലോമീറ്റർ സഞ്ചരിക്കുന്നതിന് ഇത്രയും പ്രൈസേ പറ്റത്തുള്ളൂ. ഉദാഹരണം നോക്കുവാണെങ്കിൽ 500 കിലോമീറ്ററിന് 7,500 രൂപ. ഈ 500 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏവിയേഷൻ ഡിസ്റ്റൻസ് ആണ് കേട്ടോ, വ്യോമയാന ദൂരമാണ്, നമ്മളെ റോഡ് വഴിയുള്ളതല്ല. അതുപോലെ 500 മുതൽ 1000 വരെ ഉള്ളതിന് 12,000, 1000 മുതൽ 1,500 വരെ ഉള്ളതിന് 15,000, 1,500-ന് മുകളിലുള്ളത് 18,000. അത് കുറച്ച് ദിവസത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്ന വരെയുള്ള ഒരു ലിമിറ്റായിരിക്കും. അത് നമ്മുടെ ഗവൺമെൻറ് കൃത്യമായിട്ട് ഇവരുടെ കയറൂരി വിട്ടിരിക്കുകയായിരുന്നു ഈ ഒരു വിമാന കമ്പനികളെയല്ലേ. എന്തായാലും കയറ് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിഗോയ്ക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ ഫണ്ട് ക്യാൻസൽ ചെയ്ത എയർ ടിക്കറ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ നാളെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ റീഫണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പെട്ടി ലഗേജൊക്കെ പലയിടത്തായി പോയിട്ടുണ്ട്. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഡിസ്റപ്റ്റ് ആയപ്പോൾ പലയിടത്തും കുടുങ്ങിക്കിടക്കുകയാണ്. നാളെ തന്നെ അതെല്ലാം കണ്ടെത്തി അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കണമെന്ന് പറയുന്നൊരു ഉത്തരവ് കൂടെ നമ്മുടെ ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കുകയാണ്. എന്തായാലും ഒറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ പണ്ട് എയർ ഇന്ത്യയുടെ വീഡിയോ ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, വിമാനയാത്രയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ളത് അതിൻ്റെ സുരക്ഷയാണ്. അത് കഴിഞ്ഞിട്ടേ അതിൻ്റെ സമയത്തിൻ്റെ കൃത്യനിഷ്ഠതയൊക്കെ നോക്കാവുള്ളൂ അല്ലേ. സുരക്ഷ വിട്ടിട്ട് പൈലറ്റുമാരെ ഓവർ ടൈം ഉറക്കം പോലും കൊടുക്കാതെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് എന്താണ് നേടാൻ പോകുന്നത്? വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, യാതൊരു സംശയവുമില്ല. അതിനൊക്കെ മാറ്റം വരട്ടെ. ഇതുപോലുള്ള ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കട്ടെ. ഇനി വേറൊരു കാര്യമുണ്ട്, ഇനി ഇങ്ങനെ നിയമം കൊണ്ടുവന്നതിനെ വിമർശിക്കുന്നവരുണ്ടല്ലോ, ഒരു അപകടം സംഭവിച്ചു നോക്കുക. അങ്ങനെ ഈ വാർത്തകളൊക്കെ പുറത്ത് വരികയാണ്, പൈലറ്റുമാരെ ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിക്കുന്നു, ഉടനെ അവർ DGCയെ വിമർശിക്കും, ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവരുടെ വാദങ്ങളൊന്നും കേൾക്കണ്ട, നിങ്ങളുടെ യുക്തി ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.